പാലസ്തീനിലെ മുസ്ലിമുകൾ പട്ടിണിയാൽ മരിക്കുകയാണ്. കാരണം ഇസ്രായേലുകൾ അവർക്ക് വരേണ്ട ഭക്ഷണം എല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം തന്നെയാണ്. ഇത് മുസ്ലിം ജനതയോട് മാത്രമേ ചെയ്യുള്ളൂ. എന്താണ് ശരിക്കും ഇസ്രായേലിന്റെ പ്രശ്നം? പാലസ്തീനോട് ജയിക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും വേണം. എന്തും കൊണ്ട് മുസ്ലിം ജനതയ്ക്ക് മാത്രം ഭക്ഷണം എത്തിക്കുന്നില്ല? ഗാസയിലെ ഓരോ വീട്ടിലും ഓരോ വഴിയിലും ഓരോ ഇടത്തും ശരിക്കും പട്ടിണി കൊണ്ട് ഇപ്പൊ നിലവിളി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇസ്രായേലുകാർ ഇപ്പൊ ബോംബൊന്നും ഇടുന്നില്ല. പക്ഷെ അവർക്ക് വരുന്ന ഈജിപ്തുകാരും അത്യാവശ്യം GCC കൺട്രീസുകാർ അയച്ച ഭക്ഷണങ്ങളെല്ലാം അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം 112 പേരത്ര ഭക്ഷണം ഇല്ലാണ്ട് മരിക്കുന്നത്. ഒരു വഴിയിൽ ഒരു ദിവസം 9 ആൾക്കാർ ഭക്ഷണം ഇല്ലാണ്ട് മരിക്കണു അത്ര. ഗാസയുടെ ഇടവഴിയിൽ ഇപ്പോ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത് പോലും അറിയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരോ ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, വെള്ളമില്ലാതെ കത്തി കത്തി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രകൃതി ദുരന്തമൊന്നുമല്ല, ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. ഇത് സൃഷ്ടിച്ചത് ഇസ്രായേലുകാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1-2 അല്ല, 6000 ട്രക്കുകളാണ് ഇസ്രായേലിനും ജോർദാനിനും ഗാസയിലേക്ക് ഭക്ഷണം അയച്ചിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലുകാര് ഗാസയിലെ മുസ്ലിംസിന്റെ അടുത്ത് ഈ ഭക്ഷണം എത്തരുത് പറഞ്ഞിട്ട് മുസ്ലിംസിന് മാത്രം എത്തിക്കാതെ ബാക്കിയുള്ള മതക്കാർക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ അല്ല പ്രശ്നം, മുസ്ലിം എന്ന ജാതിയാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. പാലസ്തീനിൽ ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നല്ല പറഞ്ഞത്. പാലസ്തീനിൽ ഇപ്പോ ഹോസ്പിറ്റലിൽ ഒരു പ്രവർത്തനവും നടക്കണില്ല. കാരണം മരുന്നില്ല, പ്രസവിപ്പിക്കാൻ കൂടി പറ്റുന്നില്ല, കുട്ടി അമ്മയും മരിക്കണു ഇത്ര. പക്ഷെ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ എന്നാലും സംഭവിച്ചില്ലേ. ഇത് യുദ്ധമൊന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു കൂട്ടക്കൊല തന്നെയാണ്. ഭക്ഷണമില്ലാതെയും മരുന്നില്ലാതെയും അവരെ നരകിപ്പിച്ച് കൊല്ലുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഫിലിപ്പെ ലാസറിനി പറഞ്ഞത് ഇത് അതിജീവിക്കാനുള്ള യുദ്ധമാണ്. ഗാസയിലെ ജനങ്ങൾ ഇപ്പൊ ജഡങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന വെറും ശവങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇതൊരു ജനതയുടെ ശരീരത്തെയാണ് പിടിച്ചടക്കേണ്ടത്, അല്ലാണ്ട് മനസ്സിനെയല്ല. അവര് ശാരീരികമായിട്ട് ഭക്ഷണം ഇല്ലാണ്ടേയും വസ്ത്രം ഇല്ലാണ്ടേയും മരുന്ന് ഇല്ലാണ്ടേയും അവര് ശാരീരികമായിട്ട് മൊത്തം തകർക്കുക. ഇതിലൂടെ ഒരു മതത്തെയും ഒരു ജീവിത ദർശനത്തെയും ഇല്ലാതാക്കാം എന്നൊരു കണക്കുകൂട്ടൽ ഇസ്രായേലിന് ഉണ്ട്. ഇതിന് ഇസ്രായേൽ മറുപടി പറഞ്ഞത് അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ മാത്രം ഞങ്ങൾ ക്രൂരന്മാരല്ല, ഇത് ഹമാസിന്റെയോ UNRന്റെയോ പ്ലാനിങ് ആയിരിക്കും. കാരണം പാലസ്തീനിലെ ആൾക്കാർക്ക് ഇസ്രായേൽക്ക് എതിരെ കൂടുതൽ വെറുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഹമാസ് തന്നെ ഇതൊരു പ്ലാനിങ് ആക്കി വെച്ചിരിക്കുക എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാസയിൽ നിന്ന് എല്ലാ വഴികളും അടച്ചു വെച്ചത് ആരായിരിക്കും? ഐക്യരാഷ്ട്രസഭ ഇപ്പൊ ആക്ച്വലി ഉണർന്നിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഗുണമൊന്നുമില്ല. കാരണം അത്യാവശ്യം എല്ലാവരും ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ കൂടെ ഒറ്റപ്പെട്ട കുറച്ച് കൺട്രീസ് മാത്രമേ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം ഇസ്രായേലിന് അത്രയും പണമുണ്ട്. പണം ഉണ്ടെങ്കിൽ പവറും ഉണ്ടാവും. അവിടെ എന്ത് നിയമവും മാറ്റാൻ പറ്റും. പണമുള്ളവിടെ എല്ലാവിടെയും കൂടെ നിൽക്കും. അതും കൊണ്ടാണ് പാലസ്തീൻ ഒറ്റപ്പെട്ടത്. പാലസ്തീന് പണമില്ല എന്നല്ല, പക്ഷെ അവർക്ക് ഇസ്രായേലിനെ വെച്ചിട്ട് കുറവ് തന്നെയാണ്. ഇത് നമ്മൾ കാണുന്ന ഓരോ പോസ്റ്റോ സംഭവങ്ങളോ ഒന്നുമല്ല. അവിടെ ശരിക്കും ഒരു കുട്ടി മരിച്ചു വീഴുക തന്നെയാണ്. പക്ഷെ അത് പുറം ലോകം അറിയുന്നില്ല. നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ല, അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നില്ല. അതാണ് സത്യം. എത്രയോ സഹായിക്കാനുള്ള ആൾക്കാർ വെളിയിലും എല്ലാവിടെയും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ സഹായം അവിടെ എത്തുന്നില്ലെങ്കിൽ സഹായിച്ചിട്ട് എന്ത് കാര്യം? അത് തടയാൻ ശ്രമിക്കുകയാണ്. ഈ തടയലിനെതിരെ നമ്മൾ പോയാലോ നമ്മളും കുറ്റക്കാരാവും, നമുക്കും വേണച്ച ജീവൻ ഉണ്ടാവില്ല. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ തന്നെ പറ്റുള്ളൂ, മനുഷ്യന്മാരുടെ മനസ്സൊന്ന് മാറണേ എന്ന് പറഞ്ഞിട്ട്.